നമ്മുടെ പ്രകാശയുടെ നാളെ പേർഷ്യക്ക് പോവാ. പേർഷ്യല്ലടാ, ഗൾഫ് എന്നതിൻ്റെ പുതിയ പേര്. ഗൾഫെങ്കിൽ ഗൾഫ്, ഇതൊരുപാട് ദൂരെയാണോ? കടലിൻ്റെ ഒക്കെ അപ്പുറത്താ, കുറേ ദൂരമുണ്ട്. മൂപ്പരെന്തിനാണാവോ ഇപ്പൊ ഗൾഫിൽ പോണേ? വീട്ടിൽ കുറേ ബുദ്ധിമുട്ടുണ്ടാവൂടാ. എൻ്റെ വീട്ടിലും ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇപ്പൊ വലുതാകുമ്പോൾ ഞാനും പോവേണ്ടി വരുമോ? നിന്നെ ഞാൻ വിട്ടിട്ട് വേണ്ടേ? നീ പോയാൽ എനിക്കാരാ കൂട്ട്? വേറെ ഒരു വിമാനം. പോവുകയാണ്. സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇതൊരു യാത്രാജ്യോതിപ്പൊന്നുമല്ല. ജനിച്ച നാടും ഒരുമിച്ച് വളർന്ന കൂട്ടുകാരും അപ്പനെയും അമ്മയൊക്കെ വിട്ടു പോകുന്നതിൻ്റെ ഒരു വിഷമം. എന്നെ യാത്രയൊക്കെ എല്ലാവരും വന്നു, പക്ഷേ അവൻ മാത്രം വന്നില്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞങ്ങൾ ജനിച്ചതും വളർന്നതെല്ലാം ഒരുമിച്ച, എപ്പോഴും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നത്. എടാ, ഈ ദുബായ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമൊന്നുമല്ല. പിന്നെ 2 വർഷം കൂടുമ്പോൾ ലീവ് കിട്ടുമല്ലോ. പിന്നെ നീ ജീവിതാവസാനം വരെ അവിടെ നിൽക്കാനൊന്നും പോകുന്നില്ലല്ലോ. എടാ, എന്തേലും ഒന്ന് പറയടാ. നമുക്കൊരു ചായ കുടിച്ചാലോ? മൂപ്പിനാ 2 പതിവ്. എന്താടാ ബി, നീ ദുബായിക്ക് പോവാന്ന് കേട്ടല്ലോ. നാളെ പോവാ. ചേട്ടാ, ഒരു ചായ. ഞങ്ങൾ എന്തിനാ ഇന്ന് ഇത്രയും ദൂരം വന്ന് ഇവിടുന്ന് ചായ പിടിക്കുന്ന അറിയ ചേട്ടന്? നിങ്ങളുടെ ചായക്ക് നല്ല സ്വാദ. ഇതുവരെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറയാൻ പറ്റിയിട്ടില്ല. ഇത് നിങ്ങൾ കുടിച്ചോ. എന്താ മോനെ ഇപ്പം ഇങ്ങനെ? അതാരേട്ടാ, ചേട്ടൻ്റെ മോനാണോ? ഏയ്, എൻ്റെ മോൻ എന്നോട് ഇത്ര സ്നേഹമൊന്നുമില്ല. എടാ, ഈ ദുനിയാവിൽ ദുബായിക്ക് വന്ന ആദ്യത്തെ ആളൊന്നുമല്ല നീ. അറിയാടാ, പക്ഷെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നല്ലോ. ഇത്രയും നാൾ നിൻ്റെ കൂടെ ഇങ്ങനെ നടന്നിട്ട് പെട്ടെന്നൊരു ദിവസം ഒറ്റയ്ക്കാവുന്ന പോലെ. നീ എണീറ്റേ, ഉമ്മ നിന്നെ കൊണ്ട് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. ഉമ്മ അവിടെ നല്ല അരിപ്പത്തിരിയും പോത്തേറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും തിന്നിട്ട് സന്ധ്യയാകുമ്പോൾ കുളക്കര പോയി 2 തണുത്ത ബിയറും കൂടെ അടിക്കുമ്പം നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. എവനിപ്പോൾ നിങ്ങളുടെ അരിപ്പത്തിരിയും പോത്തേറിയും വേണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്നതിന് പഴയ ടേസ്റ്റ് ഇല്ലെന്ന്. ഒന്ന് പോടാ അവിടുന്ന്. അബി, എന്താടാ നിനക്കൊരു വിഷമം? പോന്നേന്റെയാ? ഏയ് ഒന്നുമില്ലമ്മ. എന്തിനാടാ വിഷമിക്കണേ? കണ്ടോണ്ടൊക്കെ സംസാരിക്കാലോ. കണ്ടും കേട്ടൊക്കെ സംസാരിച്ച് കഴിയുമ്പോ ഈ വിഷമൊക്കെ മാറുടാ. ഹൈടെക് ഹൈടെക്. നിന്റെ തമാശ ഇത്തിരി കൂടുന്നുണ്ട്. മോൻ ഇവിടെ നിക്ക്, ഉമ്മ വരാം. അബി, ഓ ദാ ഇത് വെച്ചോ. അയ്യോ, ഇതൊന്നും വേണ്ടമ്മ, പൈസയൊക്കെ എൻ്റെ ഉണ്ട്. മറ്റൊരു സന്തോഷത്തിലല്ലേ, കയ്യിലിരുന്നോട്ടെ. നവാസേ, വാ കഴിച്ചിട്ട് പോവാം. അബി വാ. ഞാനൊരു കാര്യം ചോദിച്ചു, നീ സത്യം പറയാം. ഞാൻ പോകുന്നില്ലേ, നിനക്കൊരു വിഷമമില്ലേ? നീ ജാവാനൊന്നുമല്ലല്ലോ പോകുന്നത്. നിന്റെ പെങ്ങളുടെ കല്യാണം നടത്തണം. അതാണല്ലോ എൻ്റെ പോക്കിൻ്റെ മെയിൻ ഉദ്ദേശം. 3-4 കൊല്ലം അവിടെ വെക്കുക, മാക്സിമം സമ്പാദിക്കുക, തിരിച്ചു വരിക. പിന്നെ നീ ഫ്രീ അല്ലടാ. പിന്നെ അല്ലാതെ ഇതുപോലെ ഇടയ്ക്ക് ഓരോ തണുത്ത ബിയർ അടിച്ച് മൂപ്പിന്നതിൻ്റെ കടയിൽ നിന്ന് കണ്ട് പതിവ് അടിക്കുമ്പോൾ നമ്മൾ പിന്നെയും പഴയ പോലെ ആവില്ലേ? ഇനി മൂപ്പിന്ന് അങ്ങനെ തട്ടിപ്പോവും. ഏയ്, മൂപ്പിന്ന് 100 കൊല്ലം ജീവിക്കും.
എൻ്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നീ ഇല്ലാതെ ഞാൻ ഇതുവരെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇവിടെ ബീറും മൂഞ്ചിക്കൊണ്ടിരുന്നാൽ മതി. ഉണ്ട്, വാ വാ. ഞാൻ ഇപ്പോഴാണോ ഒന്ന് ഹാപ്പിയായി. എനിക്ക് ആകെ ഒരു വിഷമമുള്ളായിരുന്നു, അത് നിന്നെക്കുറിച്ച് ആലോചിച്ചാൽ. നീ ഹാപ്പിയല്ലേ? എൻ്റെ ബൈക്ക് നീ വെച്ചോ. നിനക്ക് ബുള്ളറ്റൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഇത് നീ എന്നെ വെച്ചോ. പക്ഷേ ആൾവേസ് വെയർ എ ഹെൽമെറ്റ് വൈൽ ഡ്രൈവ്. പോണ്ടേ? എടാ എനിക്കിപ്പോൾ ഒരു വിഷമവുമില്ല, ഫുള്ള് ഹാപ്പി. 2 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ വന്ന് രാജാവിനെ പോലെ നമ്മളിവിടെ അടിച്ചു. എന്ത് പറ്റിയതാ സത്യത്തില്? ആക്സിഡൻ്റ് ആയിരുന്നു. ഇവൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ലായിരുന്നു. വണ്ടി ഓടിച്ചിരുന്നത് അങ്ങേപ്പുറത്തെ നജീബിൻ്റെ മോൻ നവാസ. അവൻ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവനൊന്നും പറ്റിയില്ല. പിന്നെ ഇവന്മാർ വെള്ളമായിരുന്നെന്നും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ കാര്യങ്ങളെ ഒരു ശ്രദ്ധയില്ല. പോയ പാർക്ക് പോയി, തന്തയ്ക്കും തള്ളയ്ക്കും പോയി. അവൻ എന്നെ കാണാൻ വന്നില്ലെങ്കിലും എനിക്ക് അവനെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. അവനെ കൊന്ന് കല തുറക്കുമ്പോ കല തുറക്കുമ്പോ ഞാനൊന്ന് കണ്ടോട്ടുമ്പ ഉമ്മ ഉമ്മ എന്റെ പ്രാണനായിരുന്നു അവൻ. Ha ha ha.